നമ്മളിപ്പോൾ ഡൽഹിയിലെ ഒരു മനോഹരമായിട്ടുള്ളൊരു ഗാർഡനിലാണ് കേട്ടോ. നമ്മുടെ ലോഡി ഗാർഡനിലാണ് കേട്ടോ. എല്ലായിടത്തും ഗാർഡൻ കാണുന്ന പോലെ തന്നെയാണ് ഇവിടെ. ഞങ്ങളും അതുപോലെ ഗാർഡനല്ലേ, നല്ല ഫ്ലവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, കണ്ട് രസിക്കാമെന്നും കരുതിയിട്ട് കയറിയതാണ് കേട്ടോ. അവിടെ കയറിയപ്പോഴല്ലേ നമ്മൾ കണ്ടത് ആകെ കമിതാക്കളായിരുന്നു കേട്ടോ. നമ്മൾ ഫുള്ള് ബാച്ചിലേഴ്സ് ആയതുകൊണ്ട് നമുക്ക് നാണം കുണുങ്ങിയൊന്നും പോരാ. പക്ഷെ എന്നാലും കണ്ടിരിക്കാനൊരു രസമാണല്ലോ. ആരാൻ്റെ മതിലൊളിഞ്ഞു നോക്കുന്നൊരു പരിപാടി മലയാളിക്ക് ഉള്ളതാണല്ലോ. ആദ്യത്തെ ഒരു മലയാളി തന്നെയാണല്ലോ നമ്മളും. അതും നോക്കിയിട്ട് ഞങ്ങളും കുറച്ച് നേരം ഒളിഞ്ഞൊക്കെ നോക്കി, ഒളിഞ്ഞും ഭാഗത്തൊക്കെ നോക്കിയിട്ട് അങ്ങനെ കറങ്ങിട്ടോ. സംഭവമൊക്കെ കുറേയൊക്കെ രസമൊക്കെ തന്നെയായിരുന്നു, കാണാനും അതിമനോഹരമായിരുന്നു. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അവിടെ നിന്ന് നേരെ തിരിച്ചിട്ടോ. പിന്നെ അതിയായിട്ടുള്ളൊരു മോഹമുള്ളത് നമ്മുടെ ഇന്ത്യ ഗേറ്റ് കാണുക എന്നുള്ളതായിരുന്നു. അങ്ങനെ നമ്മുടെ ഇന്ത്യ ഗേറ്റും കാണാൻ പോയി. നമ്മളിത് ഹിസ്റ്ററിയിലും കാര്യങ്ങളിലൊക്കെ പഠിച്ചിട്ടുള്ളല്ലോ ഇന്ത്യ ഗേറ്റ് എന്ന്. നമ്മളിത് ഫോട്ടോത്തെ കാണുന്ന മാതിരി നല്ല ഇന്ത്യ ഗേറ്റ് അതിമനോഹരമാണ്. അങ്ങനെ നമ്മൾ രാത്രിക്കത്തെ ഒരു വ്യൂ ആയിരുന്നു കേട്ടോ ഇന്ത്യ ഗേറ്റ് കാണാൻ പോയത്. നല്ല അടിപൊളി വൈബായിരുന്നു കേട്ടോ. ഞങ്ങളത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് അതിമനോഹരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇന്ത്യ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ ഒരാൾ ആ കൂട്ടിലിങ്ങനെ നിൽക്കുന്നത് കണ്ടു. അതാരാന്ന് അറിയുന്നവർ ഒന്ന് കമൻ്റ് ഇടാൻ മറക്കരുതേ. എനിക്കാളെ പേരറിയാത്തതുകൊണ്ട് ഞാനും കുറേ നേരം ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടോ. ഞാനും കുറേ നേരം അതിലിങ്ങനെ നോക്കിയിരുന്നു. പിന്നെ ഞാനൊന്നും നോക്കിയില്ല. പേര് കിട്ടാണ്ടായപ്പോൾ നേരെ വിട്ടുട്ടോ. നമുക്ക് ഇന്ത്യ ഗേറ്റിൻ്റെ അവിടെ നിൽക്കലല്ല ജോബ്, നമുക്ക് കാശ്മീർക്ക് വന്നതാണ്. അപ്പോൾ അങ്ങനെ ഡൽഹിയിൽ ഇറങ്ങിയപ്പോൾ നമ്മൾ ചുറ്റിക്കറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇന്ത്യ ഗേറ്റിൻ്റെ അതിൽ കൂടി പോകുന്നു എന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ നേരെ വിട്ടിട്ടോ. ബസ് എടുക്കാൻ വേണ്ടിയിട്ട് നേരെ ബസ് സ്റ്റോപ്പിക്ക് വേണ്ടിയിട്ട് അങ്ങനെ നടന്നു കേട്ടോ. ഞങ്ങൾ കാശ്മീർക്ക് പോകുന്ന റൂട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ത്യ ഗേറ്റിൻ്റെ ഭംഗി ഇങ്ങനെ കണ്ടപ്പോൾ കുറച്ച് നേരം അവിടെ തങ്ങി നിന്നു എന്നുള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് നല്ലോണം ഇഷ്ടമായിട്ടോ. സംഭവം അടിപൊളി വൈബ് തന്നെയായിരുന്നു കേട്ടോ. ഇന്ത്യ ഗേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ബുക്കിൽ കാണണം, നല്ല മോനെ ആ രാത്രിക്കത്തെ ഇന്ത്യ ഗേറ്റിൻ്റെ വ്യൂ ഇങ്ങനെ കാണണം. നമ്മൾ ഈ വീഡിയോയിൽ ഇങ്ങനെ കാണുന്നത് കണ്ടോ, അതുക്കും മേലെയാണ് കേട്ടോ. ശരിക്കും നമ്മുടെ കൺമുൻപിൽ ഇങ്ങനെ ഇന്ത്യ ഗേറ്റ് നിൽക്കുമ്പോൾ കിട്ടുന്നൊരു ആസ്വാദന ഫീലുണ്ട് മക്കളെ. പറഞ്ഞറിയിക്കാനൊന്നും പറ്റൂല കേട്ടോ. അത് നമ്മൾ കുറേ വീഡിയോയിൽ പറഞ്ഞറിയിക്കാൻ പറ്റൂല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ പറയുന്നത്. നമ്മൾ പറ്റുന്ന സാധനമാണ് ഈ പറ്റുന്ന തന്നെ പറയും. പക്ഷെ ഇതിൻ്റെ ഒക്കെ ഒരു ഫീല് നമ്മൾ കിട്ടിയിട്ട് ആസ്വദിക്കണം എന്നറിയില്ലേ, അതുപോലെയാണ് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ അങ്ങനെ ബസ് കയറാൻ വേണ്ടിയിട്ട് നമ്മളെ ബസ് സ്റ്റോപ്പൊക്കെ അങ്ങനെ ഞങ്ങൾ നടന്നിട്ടോ. ഒരു അണ്ടർഗ്രൗണ്ട് കൂടെ ഉണ്ട് പോവുക. അവിടെ നമ്മൾ ഡൽഹിയിൽ കാണേണ്ട സംഭവങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ അതിൽ പോയപ്പോൾ ഒന്ന് വീഡിയോ എടുത്തുന്നുള്ളൂ കേട്ടോ. ഫുള്ള് കറക്റ്റായിട്ട് എടുത്തൊന്നുമില്ല. അങ്ങനെ മച്ചന്മാരെ നമുക്ക് പോകേണ്ട നമുക്ക് ബസ് കിട്ടി കേട്ടോ. അങ്ങനെ ബസ്സിനിൽ ഇപ്പോൾ നമ്മൾ കയറിയിരിക്കണേ നല്ല ഹീറ്ററിൽ നല്ല സെറ്റപ്പ് ബസ്. എൻ്റെ മോനെ ഫ്ലൈറ്റിലൊന്നല്ല, എന്നാലും ബസ്സിലാണ്. സംഭവം സെറ്റാണ് കേട്ടോ. അപ്പം ഇങ്ങനെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിക്കണോ? ചെയ്തിട്ടില്ലെങ്കിൽ പോയി വേഗം ചെയ്തോട്ടോ, മറക്കല്ലേ. അടുത്ത വീഡിയോ ഇതിന് പുറകെ വരുന്നതാണ് കേട്ടോ. ഓക്കേ.